ജനനേതാവിന് വിട. ഇൻകുലാബ് സിന്ദാബാദ്, VSA നേതാവേ, ഞങ്ങളുടെ ഓമന നേതാവേ. ഇത് വെറും മുദ്രാവാക്യമായിരുന്നില്ല. ഹൃദയം കൊണ്ട് ജനങ്ങൾ ഏറ്റെടുത്ത നേതാവിനായുള്ള വിളിയായിരുന്നു. (2011) തിരഞ്ഞെടുപ്പിൽ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക CPM പുറത്തുവിട്ടപ്പോൾ VSന്റെ പേരില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ആളെ തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ പരിഗണിക്കാത്തതിന്റെ വിയോജിപ്പ് മാത്രമായിരുന്നില്ല അത്. VS അച്യുതാനന്ദൻ എന്ന സമര നേതാവിനെ പാർട്ടി തഴയുന്നു എന്ന വികാരം ഉൾക്കൊണ്ട പ്രതികരണമായിരുന്നു. കേരളത്തിന്റെ തെരുവുകളിൽ അന്ന് അദ്ദേഹത്തിനായി മുദ്രാവാക്യമുയർന്നു. തെരുവിൽ അവ സ്വന്തം പാർട്ടിക്ക് നേരെയുള്ള അണികളുടെ കാഹളമായി. കമ്മ്യൂണിസ്റ്റ് രീതികളിൽ അത്തരമൊന്നില്ലെങ്കിലും VSനായി അന്നവർ പാർട്ടി രീതികൾ തെറ്റിച്ചു. പ്രതിഷേധങ്ങളും വിയോജിപ്പുകളും ശക്തമായതോടെ പാർട്ടി രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ VSനെ ഉൾപ്പെടുത്തി. പാർട്ടിക്കൊപ്പം VSനെയും സ്നേഹിച്ചവരുടെ വികാരമായിരുന്നു അന്ന് കണ്ടത്. തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ LDFന് ഭരണം നഷ്ടമായത് വെറും 2 സീറ്റിന്. അല്ലെങ്കിൽ ഒരുപക്ഷെ തുടർഭരണം നേരുന്ന കേരളത്തിലെ ആദ്യ ഇടതു സർക്കാർ VSന്റേതാകുമായിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പുള്ള ജനവികാരം തന്നെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി എത്തുന്ന ഇടങ്ങളിൽ VSനുണ്ടായിരുന്നു. അവിടെയും അവർ വിളിച്ചു VSA നേതാവേ, ഞങ്ങളുടെ ഓമന നേതാവേ. 2006-ലും VSന് സീറ്റ് നിഷേധിച്ചതിനെതിരെ വൻ പ്രതിഷേധം അലയടിച്ചിരുന്നു. സംസ്ഥാന കമ്മിറ്റി ഓഫീസായ AKG സെന്ററിന് മുന്നിൽ പന്തം കൊളുത്തി പ്രകടനം പോലും പ്രവർത്തകർ നടത്തി. അന്നും അവർ വിളിച്ചു കണ്ണേ കരളേ VSA. മലയാള ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.